ജോലി തിരക്കിനിടയിലും നൂതന കൃഷിരീതികളുടെ പിൻബലത്താൽ സമ്മിശ്ര കൃഷിയിൽ വിജയഗാഥ രചിച്ചിരിക്കുകയാണ് ഒരു കർഷകൻ. തലയോലപ്പറമ്പ് വൈദ്യുതി ഭവനിലെ ഓവർസിയറായി ജോലി ചെയ്യുന്ന ഇ.കെ. കിഷോറാണ് ജൈവ കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ചത്. പുതിയ തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കുടുംബാംഗങ്ങളൊന്നാകി കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. തടം കോരി മീതെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പുതയിട്ട് പച്ചക്കറി തൈ നട്ട് ജൈവവളപ്രയോഗം നടത്തിയാണ് കിഷോർ കൃഷി നടത്തുന്നത്. തലയോലപ്പറമ്പ് വൈദ്യുതി ഭവനിലെ ഓവർസിയറായി ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം. തന്റെ ജോലി തിരക്കിനിടയിലും നൂതന കൃഷിരീതികളുടെ പിൻബലത്താൽ സമ്മിശ്രിത കൃഷിയിൽ വിജയഗാഥ രചിക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. ഒരു 10-15 കൊല്ലക്കാലമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ കൃഷിഭവനിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കഴിയുന്നത്ര കൃഷി ചെയ്യുക. മറ്റ് വിഷരഹിതമായ കൃഷി കഴിയാവുന്നത്ര ചെയ്യുക. അത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയെങ്കിലും കരുതി വയ്ക്കുക എന്ന് മാത്രമേ പറയൂ. ചെമ്മനത്തുകര കരിമ്പൂഴിക്കാട്ട് എബ്രഹാം ജോസിന്റെ 2 ഏക്കർ പുരയിടത്തിലും സമീപത്തെ 3 പ്ലോട്ടുകളിലായി 50 സെന്റോളം സ്ഥലത്തുമാണ് കിഷോറിന്റെ ജൈവ കൃഷി. പച്ചക്കറി കൃഷിയിൽ 2 പതിറ്റാണ്ടായി വ്യാപൃതനായ കിഷോർ ആദ്യമായി ഇക്കുറി പൂക്കൃഷി ആരംഭിച്ചു. 1 ഏക്കറോളം സ്ഥലത്ത് മഞ്ഞ, ചുവപ്പ് ബന്ദിപ്പൂക്കളും വാടാമല്ലിയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ടി.വി. പുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജി ഷാജി നിർവഹിച്ചു. സർക്കാർ ജോലി ഉണ്ടെങ്കിലും കിഷോറിയുടെ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു മറ്റുള്ളവർക്ക് ഒരു മാതൃകാപരമാവുന്ന രീതിയിൽ ഇവിടെ കുറേയധികം നിറവ് കൃഷിക്കൂട്ടങ്ങളുണ്ടെങ്കിലും അവർക്കെല്ലാം തന്നെ ഒരു മാതൃകാപരമായിട്ട് നമ്മുടെ ടി.വി. പഞ്ചായത്തിലെ ഓരോ നിവാസികൾക്കും കൃഷി അധിഷ്ഠിതമായിട്ട് ഉപജീവനം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ എന്തെല്ലാം ഫലവത്തകളാണ് ഉണ്ടാകുന്നതിനെക്കുറിച്ചുമാണ് നമുക്ക് ഈ ഒരു കൃഷിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് അംഗങ്ങളായ സിനി ഷാജി, കെ.ടി. ജോസഫ്, പൊതുപ്രവർത്തകൻ സി.ടി. ജോസഫ്, കർഷകൻ ഇ.കെ. കിഷോർ തുടങ്ങിയവർ സംബന്ധിച്ചു. തക്കാളി, വഴുതന, പാവൽ, പീച്ചിൽ, പയർ, വെണ്ട, ചീര, പച്ചമുളക് തുടങ്ങി 10ഓളം പച്ചക്കറി ഇനങ്ങൾ കിഷോർ കൃഷി ചെയ്യുന്നുണ്ട്. കപ്പ കൃഷിയിൽ വൻവിളവ് നേടിയ ശേഷമാണ് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിലുള്ള വ്യാപാര കേന്ദ്രങ്ങളിലാണ് പൂവും പച്ചക്കറിയുമൊക്കെ വിറ്റഴിക്കുന്നത്. സർക്കാർ ജോലി ലഭിക്കുന്നതിന് മുൻപ് 2005-ൽ കിഷോർ കോയമ്പത്തൂരിൽ മാസങ്ങളോളം കരിങ്കൽ പണിയിൽ ഏർപ്പെട്ടിരുന്നു. നൂതന കൃഷിരീതികൾ അവലംബിച്ച് നേട്ടം കൊയ്യുന്ന കിഷോറിന്റെ കാർഷിക രംഗത്തെ മികവിന് ടി.വി. പുരം പഞ്ചായത്ത് നൂതന രീതിയിൽ കൃഷി ചെയ്യുന്ന മികച്ച കർഷകനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് നൽകി. ഇത് പാട്ടകൃഷിയായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ പൂക്കൃഷിയും വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ലഭിക്കുന്ന പഴം, പച്ചക്കറികളും മത്സ്യവുമൊക്കെ വിഷമയമായതിനാൽ വീടുകളിൽ മുമ്പുണ്ടായിരുന്ന അടുക്കളത്തോട്ടങ്ങൾ വീട്ടുവളപ്പുകളിൽ പുനരാരംഭിച്ച് പുതിയ തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കുടുംബാംഗങ്ങളൊന്നാകെ കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് കിഷോറിന്റെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്